ഒരു കല്യാണത്തിന് വന്ന് ഡിവോഴ്സിന് തീരുമാനം എടുക്കുന്നതേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യം അവിടെ ഇരുന്ന് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ സമയത്തും തിരക്കുകൾക്കിടയിലും പഠിക്കുക, ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു മോട്ടിവേഷനാണ്. അത് ചിലപ്പം ചിലർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അത് ചെയ്ത് കാണിക്കുമ്പോൾ അത് വളരെ ഒരു മോട്ടിവേഷനാണ്. പക്ഷെ അന്ന് അത് ഭയങ്കര ഒരു പ്രയാസം പിടിച്ചൊരു സമയമായിരുന്നില്ലേ? അത് ആ സമയത്ത് എന്തായിരുന്നു ഒരു നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് കിട്ടിയ ഉപദ്രവങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നലായിരുന്നു ഞാൻ പഠിക്കാനുള്ള മെയിൻ കാരണം. പിന്നെ 2 കുട്ടികളെയും വെച്ചിട്ടാണ് അന്ന് ആ പഠിത്തം പഠിച്ചത്. എന്നെക്കൊണ്ട് ഇപ്പം നോക്കിയാൽ അത് പറ്റൂല. പക്ഷെ ആ സമയം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. കാര്യം ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങനെ ഉപദ്രവം സഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജീവിതം ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം ഈ ആൾ ഓക്കെ ആവും, അപ്പം നല്ലപോലെ ആയിരിക്കും പിന്നെ എൻ്റെ ലൈഫൊന്നും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും അത് കൂടി വരുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ശരി ഇത് എൻ്റെ ജോലി വരെ ബാധിക്കാൻ തുടങ്ങി. കാര്യം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ് റെയിൽവേയിൽ. അപ്പം അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഇതിനി പറ്റൂല എന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്നല്ല കുറേ ടൈം എടുത്തിട്ടാണ് അത് വേണ്ടെന്ന് തീർത്തും തീരുമാനിച്ചത്. ഈ പൊതുവെ ഈ തമാശകൾ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ലൈഫിൽ കുറേ വിഷമമുള്ള ആളുകളായിരിക്കും പുറത്ത് തമാശയോടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് പറയാറുണ്ട്. ഇത് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിൽ പുറത്ത് ആളുകളെ ചിരിപ്പിക്കുക, അങ്ങനെ ഒരു തോട്ടുണ്ടോ? എനിക്ക് വിഷമമുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിലും എനിക്ക് വലിയൊരു വിഷമം അപ്പുറത്ത് മാറിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും ലൈഫിൽ വിഷമം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ചിരിപ്പിക്കുന്നത് കൂടുതൽ വിഷമിച്ചവരാണ് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, അറിയത്തില്ല. എല്ലാവരുടെയും ലൈഫിൽ വിഷമമുണ്ട്. നമുക്ക് ഒരാളെ പേഴ്സണലി അവരോട് സംസാരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് പിറകിൽ ഇത്രയും ദുഃഖങ്ങളുണ്ട്. മനുഷ്യനാണെങ്കിൽ എല്ലാവർക്കും വിഷമവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും. എനിക്കിപ്പോഴും വിഷമമുണ്ട്. എനിക്ക് ഇപ്പം പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല വിഷമങ്ങളും എനിക്കും ഉണ്ട്. ഇപ്പൊ ന്യൂസുകളിൽ വരുന്ന വാർത്തകളുണ്ടല്ലോ, പലപ്പോഴും ഇത്രയും ബോൾഡായിട്ട് തീരുമാനം എടുത്ത ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരാണ് ിലേക്ക് എന്നൊരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ പോകുന്നത്. ഇപ്പോഴും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. അവരോട് എന്താ പറയാനുള്ള സത്യത്തില്? ഇന്നും ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം കേട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാ, അവരുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ആ കുട്ടിക്കാണെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇല്ല. പലരും 2 കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാറുണ്ട്. ഓരോ എക്സ്ക്യൂസസ് അങ്ങ് പറയും, അതുണ്ട് ഇതുണ്ട്. നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെ പോയി വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. അത് നമ്മൾ തന്നെ ആ ഒരു ശക്തി നേടണം. എന്നിട്ട് ജീവിക്കുക തന്നെ, ഒറ്റയ്ക്ക് തന്നെ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ആർക്ക് പോയി? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം. അവർ വീണ്ടും മാരേജ് ചെയ്തിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും അവിടുന്ന് പുറപ്പെടുക, അത്ര തന്നെ.